പറയാൻ ശ്രമിക്കില്ലേ? എന്റെ ദുർഗെ, ഞാൻ സ്വയം ന്യായീകരിക്കുന്നൊന്നല്ല. അവളെ പുറത്താക്കാൻ നിനക്കെന്താ അവകാശമെന്ന് ഞാൻ ചോദിച്ചത് മനഃപൂർവ്വം തന്നെ. അതെ, അതെന്റെ ഒരടവാ. അടവോ? എന്തടവ്? ദുർഗെ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ തുളസിയെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ ആദ്യം എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അവന്റെ കൂടെ തന്നെ കാണും. ഹാ, ഇല്ല, അവൻ നിന്റെ കൂടെ കാണില്ല. അവള് ദേവമംഗലത്തു നിന്ന് പോയാൽ അവളുടെ വാല് പോലെ ആദ്യം അവളുടെ പിന്നാലെ തന്നെ പോവും. അവര് തമ്മിലുള്ള ബന്ധം തുടരും. നിനക്കെപ്പോഴും അവന്റെ പിന്നാലെ അവൻ തുളസിയെ കാണാൻ പോകുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? നീ അറിയാതെ ആദിയും തുളസിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടും. പിന്നെ നിന്റെ സ്നേഹം ഇല്ലെങ്കിലും ആദിക്ക് അവൾക്കൊപ്പം ജീവിക്കാൻ പറ്റുമെന്ന അവസ്ഥയാവും. നിന്നെ അവൻ പതിയെ പിന്തള്ളും. തുളസി തന്നെ അവന്റെ ഭാര്യയും അമ്മയും ഒക്കെയായി മാറും. അതുകൊണ്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ ഞാൻ നോക്കുന്നത്. ഇവിടെ ആവുമ്പോ അവനിൽ എപ്പോഴും നിന്റെ ശ്രദ്ധയുണ്ടാവും. നിന്റെ കണ്ണു വെട്ടിച്ച് ഒരിക്കലും അവന് അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? തുളസി എന്തിനാ ഓരോരോ പ്രശ്നങ്ങളായി ഉണ്ടാക്കാൻ നോക്കുന്നത്? എങ്ങനെയെങ്കിലും ദുർഗേച്ചിയുമായി രമ്യതപ്പെട്ടു പോകണമെന്നല്ലേ അവള് ചിന്തിക്കേണ്ടത്? ദുർഗേച്ചി ആദ്യം കണ്ടാൽ എന്താ കുഴപ്പം? തുളസി അപ്പം മനഃപൂർവ്വം ദുർഗേച്ചിയെ പ്രകോപിപ്പിക്കുകയല്ലേ? മറ്റെന്തും ചിലപ്പം ദുർഗേച്ചി സഹിക്കും. പക്ഷേ ആദ്യം കാണരുതെന്ന് പറഞ്ഞ് ചേച്ചിയെ ബലിക്കുക ചേച്ചി സഹിക്കും. അത് ചേച്ചി എത്രമാത്രം വിഷമിപ്പിക്കുമെന്ന് തുളസിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ ദുർഗേച്ചിക്കും തുളസിയോടുള്ള വിരോധം കൂടി. ഇനി ഇത് മനസ്സിൽ വെച്ച് ചേച്ചി എന്തൊക്കെ പുകിലാണ് അവ ഉണ്ടാക്കാൻ പോകുന്നത് ആലോചിച്ചിട്ട് മനസ്സിൽ വല്ലാത്ത പേടി തോന്നുന്നു. അവിടെ നിന്ന് ഉരുകയായിരുന്നു ഞാൻ. എന്റെ സ്ഥാനത്ത് നീയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. തുളസിയെ കാണരുതെന്നും പറഞ്ഞ് ആദ്യം നിന്നെ തടഞ്ഞ നിനക്ക് എന്ത് തോന്നും? പറയ്, നീ എന്ത് ചെയ്യും? പോട്ടെ, സാരമില്ലാന്ന് കരുതി നീ അങ്ങ് സമാധാനിക്കോ? ഇല്ലല്ലോ. നിനക്ക് വിഷമം വരില്ലേ? നിനക്കെന്നല്ല, മക്കളോട് സ്നേഹമുള്ള ഏതൊരമ്മയ്ക്കും ഇതൊന്നും താങ്ങാൻ പറ്റില്ല. സാധാരണ അമ്മമാര് മക്കളെ സ്നേഹിക്കുന്ന പോലെ അല്ല ഞാൻ എന്റെ ആദ്യം സ്നേഹിക്കുന്നത്. അവനെ എത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ മോനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ ആട്ടി പുറത്താക്കി അവളെ ഞാൻ എന്താ ചെയ്യണ്ടേ? പട്ടുമെത്തക്കെടുത്തി ഉറക്കണം. എനിക്കും എന്റെ മോനും ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നവരാരാണെങ്കിലും അവരോട് ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. തുളസിയെ ഇനി ഈ വീട്ടിൽ താമസിപ്പിച്ച അവൾ എന്നെയും മോനെയും തമ്മിൽ അകറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും തുളസി ഇതിനകത്ത് ഞാൻ കേറ്റില്ല. തുളസി ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല ചേച്ചി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാ അവള് ചെയ്തത്. ചേച്ചിയെ ഭർത്താവിന്റെ അമ്മയുടെ സ്ഥാനത്തല്ല, സ്വന്തം അമ്മയുടെ സ്ഥാനത്താ അവള് കാണേണ്ടത്. അവളത് ഓർക്കാത്തത് തെറ്റ് തന്നെയാ. ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് തുളസി കാണിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ എല്ലാം അവിടെ കഴിയോ? ഞാൻ അനുഭവിച്ച ഇപ്പോഴും അനുഭവിക്കുന്ന എന്റെ വിഷമം മാറുമോ? ഒരിക്കലും ഇല്ല. ഞാൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവളും വേദനിക്കണം. ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ആ നാണക്കേട് അവൾക്കും ഉണ്ടാവണം. സത്യത്തിൽ ചേച്ചിയോട് പറയാൻ എനിക്ക് വാക്കുകളൊന്നുമില്ല. നിനക്കെന്നല്ല, ആർക്കും എന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ന്യായം എന്റെ ഭാഗത്താ. അല്ലാന്ന് ആർക്കാ പറയാൻ പറ്റുക? ശരിയാ ചേച്ചി, എന്നാലും ഇതിനൊരു പരിഹാരം വേണ്ടേ? എന്ത് പരിഹാരം? ഒന്നുമില്ല. ചേച്ചി, തുളസിമോള് ഗർഭിണിയാ. തുളസി ദുർഗയ്ക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കുമെന്ന് നീ ചിന്തിക്കുന്ന തന്നെ ബുദ്ധിമോശമാണ്. അത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ദുർഗയ്ക്കും എനിക്കും നിനക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് മോനെ ആദി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അല്ല, തുളസി ആരെ അപമാനിച്ചത്? നിന്റെ അമ്മയല്ലേ അവള് നാണം കെടുത്തിയത്? എടാ, ദുർഗയെ കണ്ടതിന് ശേഷമാണ് നീ തുളസിയെ കണ്ടത്. നിന്നെ 10 മാസം ചുമന്ന് പാലൂട്ടി താരാട്ടി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി നിന്നെ ഇത്രത്തോളം എത്തിച്ചത് നിന്റെ അമ്മയാ, ദുർഗ. അപ്പൊ ഇത്രയും വർഷത്തിനിടയില് നിനക്ക് വേണ്ടി അവള് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. അത് വല്ലത് നീ ഓർക്കുന്നുണ്ടോ? അതെല്ലാം നിനക്ക് ഓർമ്മ വേണം. അതെ, ഇന്നലെ ഭാര്യയായ തുളസി അല്ല വലുത്. എന്നും എക്കാലത്തും അമ്മ തന്നെ ആയിരിക്കണം പ്രധാനം. അമ്മയെ നീ ദൈവത്തെ പോലെ കാണണം. നിന്റെ അമ്മയെ വേദനിപ്പിച്ചത് ആരായാലും, അത് സ്വന്തം ഭാര്യയായാലും നീ ഉപേക്ഷിക്കണം. അത് അമ്മയെ സ്നേഹിക്കുന്ന ഒരു നല്ല മകന്റെ കടമയാ. തുളസിയെ ഉപേക്ഷിക്കാൻ ദുർഗ നിന്നോട് ആവശ്യപ്പെട്ടില്ലെങ്കിലും നീ അത് ചെയ്യണം. ആ പ്രതീക്ഷ ദുർഗയ്ക്കുണ്ട്. കാരണം തുളസി നിന്റെ അമ്മയുടെ മനസ്സിനെ അത്രയേറെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നീ അറിവും ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ളവനല്ലേ, ആലോചിച്ചു നോക്ക്. ആണായും പെണ്ണായും ദുർഗയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെല്ലാം മോനെ ഓർമ്മയുണ്ടല്ലോ. ഇനിയും മോനെ അമ്മയെ വേദനിപ്പിക്കണോ? മോനൊന്ന് ആലോചിച്ചു നോക്ക്. ദുർഗയുടെ മനസ്സിലെ തീ കാണാൻ നീയല്ലാതെ വേറെ ആരുമില്ല മോനെ. ഈ തീ കെട്ട് വെണ്ണീറാവണമെങ്കിൽ മോനായിട്ട് തന്നെ തുളസിയെ ഉപേക്ഷിക്കണം. ഇതേ തീ അച്ഛൻ അവഗണിച്ചപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ. അന്ന് അച്ഛൻ കാരണം അമ്മ കരയുന്നത് അപ്പച്ചും കണ്ടതല്ലേ? എന്നിട്ടും അമ്മ അച്ഛനെ ഉപേക്ഷിച്ചില്ലല്ലോ. ഏതായാലും അച്ഛൻ ചെയ്ത അത്ര തെറ്റൊന്നും തുളസി ചെയ്തിട്ടില്ല. ഉണ്ടോ? അമ്മ പറ. അത് പിന്നെ, അല്ലെങ്കിൽ അപ്പച്ചി പറയേ. ഇല്ല, തുളസി ഞാനും തമ്മിൽ പിരിയണമെന്ന് അമ്മയെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നതേ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അപ്പച്ചിയാ. ഏതായാലും അപ്പച്ചിയുടെ ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അപ്പച്ചി കുഴിക്കുന്ന കുഴിയിൽ വീഴാനേ ആദ്യം അത്ര വിഡ്ഢിയൊന്നുമല്ല. ഓ, പക്ഷെ അതൊന്നും നടക്കില്ല. നിയമപരമായി ആദിയെയും തുളസിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇത്തിരി വേർക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും വേണ്ട. എടീ, ഞങ്ങൾ തീരുമാനിച്ചാലും മതി. തുളസിയും ആദിയും രണ്ടും രണ്ടു പാത്രമാവും. അതുകൊണ്ട് നിയമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട. അല്ല അപ്പച്ചി, കേസ് നല്ല വക്കീലിനെ ഏൽപ്പിച്ചാ മതി. അയാൾ ആദിക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കില്ലേ? അല്ല അപ്പച്ചി? അതെ അതെ, ഇതൊന്നും വലിയ കാര്യമല്ല സുലു. ശരി ശരി, ഈ വിഷയത്തിൽ നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. തുളസി മോളെ ആദിമോന്റെ ഭാര്യയായിട്ട് നിങ്ങൾ ആരും കാണണ്ട. ഇവിടുത്തെ മരുമകളായി നിങ്ങൾ അംഗീകരിക്കുകയും വേണ്ട, ആ പരിഗണന കൊടുക്കുകയും വേണ്ട. പക്ഷേ ഇവിടുത്തെ ചോര അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. അത് നിഷേധിക്കാനാവില്ലല്ലോ. ആ ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണം.
ഓ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ അവളോട് ക്ഷമിക്കണം. ഞങ്ങൾക്കല്ലെങ്കിലും തുളസിയോട് അധികം അടുപ്പമൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. ഇവിടുത്തെ തീരുമാനങ്ങളൊന്നും എടുക്കുന്നത് ഞങ്ങളല്ല. തുളസിയുടെ വിഷയത്തിൽ ദുർഗ എന്തു പറയുന്നോ ഞങ്ങളത് കേൾക്കും. അവക്കൊപ്പം അങ്ങ് നിൽക്കും. നിങ്ങളുടെയൊക്കെ മനസ്സ് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, നിങ്ങളുടെ ആരുടെ സഹായം എനിക്കിനി വേണ്ട. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഓ തുളസി മോളുടെ മഹിമ. എടുത്ത് കഴിക്കും. പ്രിയാമ്മയോടുള്ള എല്ലാവരുടെയും പെരുമാറ്റം കണ്ടിട്ട് പെട്ടെന്നൊന്നും പ്രശ്നപരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മംഗളപ്പച്ചിയുടെയും മറ്റും സംസാരത്തിൽ നിന്ന് അതാ മനസ്സിലായത്. പ്രിയാമ്മയോടുള്ള അവരുടെയൊക്കെ പെരുമാറ്റം കണ്ട അറിയാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകും. അത് വേണ്ടെന്ന് വെച്ചിട്ടാ ദേവമംഗലത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ ഞാൻ പോകുന്നത്. പ്രിയാമ്മയാവുമ്പോ ക്ഷമയോടെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും. അമ്മയാണെന്ന് അറിഞ്ഞിട്ടും ദുർഗാമ്മയോട് തുളസി ഇങ്ങനെ ഒരു പ്രതികാര മനോഭാവം വെച്ച് പുലർത്തുന്നത് ശരിയാണോ? സ്വന്തം അമ്മയാണെന്ന് കരുതി അവൾക്ക് ദുർഗാമ്മയോട് ക്ഷമിച്ചൂടെ? അങ്ങനെ ക്ഷമിക്കാൻ തുളസി തയ്യാറായിരുന്നെങ്കിൽ അമ്മയും തുളസിയോട് പുറത്തേനെ. ദേവമംഗലത്ത് സമാധാനം ഉണ്ടായേനെ. ഈശ്വര, ദുർഗാമ്മയും തുളസിയും തമ്മിലുള്ള പിണക്കം മാറിയെന്നുള്ള വാർത്തയായിട്ടായിരിക്കണേ. മിക്കവാറും കൊടുങ്കാറ്റും പെരുമഴയും ഉണ്ടാവും. ആ എങ്കിൽ ജോറായി. തുളസി അവിടെ ഇരുന്ന് മഴ നനഞ്ഞ് തണുത്ത് വിറയ്ക്കും. അവള് തണുത്ത് മരവിച്ച് അവിടെ കിടന്ന് ചാവണം. അല്ല മാമൂസേ, തുളസിക്ക് ഇടിവെട്ട് ഏൽക്കുവോ? അവക്ക് ഇടിവെട്ടേറ്റാ നിനക്കെന്താ? അവള് ചാവാൻ വേണ്ടി നീ പ്രാർത്ഥിക്ക. അതിനു വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ടും അവൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ മാമൂസേ. വല്ലാത്തൊരു തലവരെയാ തുളസിയുടെ. നമ്മൾ ഇനി അവളുടെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്താലും അതൊന്നും അവക്കേക്കല്ല. ചിലപ്പോ അതെല്ലാം കൂടി നമ്മുടെ നേർക്ക് തിരിച്ചടിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. തുളസിയെ ഒരു പ്രത്യേക ജന്മം തന്നെയാ. ആ സിറ്റ് ഔട്ടിൽ തന്നെ ഇത്ര നേരമായിട്ട് അവൾ എങ്ങനെയാ ഇരിക്കുന്നേ? അവക്ക് നാണോ മാനോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിച്ചക്കാരെയോ അഗതികളെ പോലെയോ അവൾ അവിടെ ഇരുന്നോളും. അഭിമാനം ഉള്ളവളായിരുന്നെങ്കിൽ ദുർഗ അവൾക്ക് മുന്നിൽ വാതില് കൊട്ടി അടച്ചപ്പോ തന്നെ അവൾ അവളുടെ പാടും നോക്കി പോയേനെ. ഇതേ ഒരുമാതിരി സമരം പോലുണ്ട്. സമരം തന്നെയാ, ദുർഗേച്ചിയെ പരാജയപ്പെടുത്താനുള്ള സമരം. അവളെ ഒരു കൊടിയും കുത്തി അവിടെ ഇരിക്കട്ടെ. അവൾ എത്ര വിപ്ലവം നടത്തിയാലും നിരാഹാരം കിടന്നാലും ദുർഗ അവൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ പോകുന്നില്ല. അല്ല മാമൂസേ, തുളസി ഈ ഇടിയും മിന്നലിലും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ആദ്യമായിട്ട് അവളോട് സെന്റിമെന്റ്സ് തോന്നി അവളെ പിടിച്ച് അകത്ത് കയറ്റിയല്ലോ. അതെ, അവൻ ഇപ്പൊ ദുർഗയ്ക്കൊപ്പം അല്ലേ. അതുകൊണ്ട് അവന് അവളോട് അനുതാപം തോന്നാനൊന്നും സാധ്യതയില്ല. അഥവാ അങ്ങനെ തോന്നി തുളസിക്ക് അവൻ വാതില് തുറന്നു കൊടുക്കാൻ നോക്കിയാലും ദുർഗ സമ്മതിക്കൂ? അപ്പൊ രാത്രി മുഴുവൻ അവൾ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. പാവം, ഇന്ന് രാത്രി അവൾ അവിടെ ഇരുന്നോട്ടെ. നാളെ നേരം വെളുക്കുമ്പോ അവളെ ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് അടയ്ക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അത് ഞാൻ നടത്തിയെടുത്തിരിക്കും. ഈ കാലാവസ്ഥയിൽ അവളെ വരാന്തയിൽ നിർത്താൻ നിനക്ക് എങ്ങനെ തോന്നി? ആദി, നിനക്ക് അവളോട് ഇത്തിരിയെങ്കിലും കണ്ണിച്ചോര തോന്നുന്നുണ്ടോ? എടാ, അവൾ അവിടെ നിന്നിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്ത് ചെയ്യും? അവള് ഗർഭിണിയായ ഒരു പെണ്ണല്ലേ. നീ എന്താ അതൊന്നും ഓർക്കാത്തത്? അവൾ അവിടെ നിൽക്കുന്നെങ്കിൽ നിക്കട്ടെ എന്നാണോ നിന്റെ ഭാവം? അമ്മയെ അവളെ അകത്ത് കയറ്റാൻ ദുർഗാമ്മ സമ്മതിക്കണ്ടേ?
ദുർഗാമ്മ മാപ്പ് പറയാതെ തുളസി അകത്ത് കയറിയില്ല. ഞാൻ എന്ത് ചെയ്യും? എടാ നീ ഇതെന്ത് വർത്താനോ പറയുന്നേ? നീ ഒരു മനുഷ്യനാണോ ആദി? നിന്റെ ഭാര്യയല്ലേ അവള്? നിന്റെ കുഞ്ഞിനല്ലേ അവള് വയറ്റിൽ ചുമക്കുന്നത്? അവളെ ഇങ്ങനെ ഇടിമിന്നലിൽ നിർത്താൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ദുർഗേച്ചിയുടെയും തുളസിമോളുടെയും വാശിയൊന്നും നീ കാര്യമാക്കണ്ട. നീ ഇപ്പൊ തുളസിമോളുടെ അടുത്ത് ചെല്ലണം. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് നീ വീട്ടിനകത്ത് കയറ്റണം. ദുർഗേച്ചി എതിർക്കാൻ വന്നാ നീ അതിന് മറുപടി കൊടുക്കണം. എല്ലാം നിന്റെ ഉത്തരവാദിത്വം. അതിന്ന് ഒഴിഞ്ഞു മാറുന്നത് പാപം ആദി. നീ ഒരാണല്ലേ, ആണത്തത്തോടെ പെരുമാറി ശീലിക്ക്. ഭാര്യയെ സംരക്ഷിക്കുന്ന ഭർത്താവായി മാറും. ചെല്ലടാ. ഇനി ഞാൻ വിളിക്കുമ്പോ തുളസി മോള് വീടിനകത്തുണ്ടായിരിക്കണം. നീ പറയുന്നത് കേൾക്കാതി. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ആദി? അമ്മേ, ഞാൻ തുളസി ഒന്ന് കാണട്ടെ, എന്നിട്ട് വിളിക്കാം. എന്താടാ നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അവളെന്താ അകത്തേക്ക് വരാത്തത്? അത് പിന്നെ വീണ്ടും അവള് വല്ല ഡിമാൻഡും വെച്ചോ? പറയാതി, അവള് പുതിയ വല്ല ആവശ്യവും പറഞ്ഞോന്ന്? അവളെന്താ ആവശ്യപ്പെട്ടത്? അത് പിന്നെ അമ്മ, ഞാൻ എന്ത് ചെയ്യണമെന്ന്? മാപ്പ് പറയണമെന്നാണോ? അതിനീ ദുർഗ വേറെ ജനിക്കണം. അവളോട് മാപ്പ് പറയുന്ന പ്രശ്നമേ ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അമ്മ ക്ഷമ പറയൊന്നും വേണ്ട. പിന്നെ എന്ത് വേണം? അവളുടെ കാല് പിടിക്കണോ ഞാൻ? അതൊന്നും അല്ല. പിന്നെ അമ്മ പോയി അവളോട് നേരിട്ട് പറയണം, എങ്കിലേ അവള് വീട്ടിനകത്ത് കയറും. എങ്ങനെ? ഞാൻ പോയി അവളെ വിളിക്കണമെന്നോ? അങ്ങനെയാ അവള് പറയുന്നത്. അപ്പൊ നീ അത് കേട്ടോണ്ട് ഇങ്ങോട്ട് പോന്നു. നിനക്ക് എങ്ങനെ തോന്നിയടാ ഇതെന്നോട് പറയാൻ? അവളോട് ഇത്തിരി ദയ കാണിച്ചപ്പോ അവള് കൊത്തി മുറത്തി കയറുന്നു. നിലവിളക്കും താലപ്പൊലി എടുത്ത് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ആനയിക്കാം, അത് മതിയോ? അവൾ ആരാണെന്ന് അവളുടെ വിചാരം? ഞാനൊന്ന് അയഞ്ഞപ്പോ അവള് വീണ്ടും വാശി കാണിക്കുന്നു. അവൾക്ക് അത്ര ധിക്കാരമാണെങ്കിലേ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. അമ്മേ, അമ്മയ്ക്ക് അവളെ വീട്ടിനകത്തേക്കൊന്ന് വിളിച്ചൂടെ? അല്ല, നിന്റെ ഉദ്ദേശം എന്താ? അവളുടെ മുമ്പിൽ നീ എന്നെ നാണം കെടുത്ത് ഇറങ്ങിയിരിക്കുകയാണോ? നീ എന്തർത്ഥത്തിലാ അവളുടെ ഡിമാൻഡുമായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? അതെ, തുളസിയെ വിളിച്ച് അകത്തു കൊണ്ടുവരാൻ പോവാ നീ? എനിക്ക് അവളെ ഇവിടെ താമസിപ്പിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. ഒരിക്കലും അവൾക്ക് വേണ്ടി ദേവമംഗലത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കരുതെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ആദിക്ക് വലിയ സങ്കടം. അയ്യോ, അവൻ എന്നോട് അവൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോ ഞാൻ എന്താ ചെയ്യാ? ഓ എന്റെ ദുർഗേ, അവൻ അവളുടെ പക്ഷത്താ. അവൾക്ക് വേണ്ടി അവൻ കരയും, വേണ്ടി വന്ന നിന്റെ കാലി വരെ പിടിക്കും. അതൊക്കെ തുളസിയെ അകത്ത് കയറ്റാനുള്ള ആദിയുടെ അടവ്. നീ അതിലൊന്നും വീഴരുത്. ആദിയുടെ സങ്കടം കണ്ടാണ് നീ അവളെ വരവേൽക്കാൻ പോകുന്നതെങ്കിൽ ഇത്രയും കാലം നീ ചെയ്തതെല്ലാം വെറുതെയാവും. നീ അവളുടെ മുന്നിൽ തോറ്റുപോകും. എവിടെയും എങ്ങനെയും നിന്നെ പരാജയപ്പെടുത്തുക, അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. അതിനു വേണ്ടി അവൾ ഏത് വളഞ്ഞ മാർഗവും പ്രയോഗിക്കും. എന്താവാൻ? തുളസി വന്നില്ലേ? അമ്മ അവൾ അകത്തേക്ക് വിളിച്ചില്ലേ? നിന്റെ വിഷമം കണ്ടിട്ടാ ഞാൻ എന്റെ വാശിയും തീരുമാനവും മാറ്റിവെച്ച് അവളോട് ക്ഷമിക്കാൻ തയ്യാറായത്. ഞാൻ കാരണം നിന്റെ കുഞ്ഞിനൊരു ദോഷം ഉണ്ടാവരുതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? അവൾ ഇപ്പോഴും താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോ അമ്മ പോയി വിളിച്ചിട്ട് അവളുടെ പിടിവാശി മാറിയില്ലേ? നിന്റെ വാക്കും കേട്ട് അവളോട് സംസാരിക്കാൻ പോയ എന്നെ പറഞ്ഞാ മതിയല്ലോ. അവളുടെ അഹങ്കാരം ഒരു കാലത്തും മാറത്തില്ല. ഞാൻ വളരെ സംയമനത്തോടെ അവളോട് സംസാരിച്ചത്. അവളോടുള്ള ശത്രുതയോ പകയോ ഒന്നും തന്നെ ഞാൻ പുറത്തെടുത്തില്ല. അവളുടെ മുമ്പിൽ പരമാവധി ഞാൻ താണു. കാല് പിടിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു.
എന്നിട്ടും വീട്ടിനകത്തേക്ക് കയറാൻ അവള് തയ്യാറാവുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവൾ അത്രയ്ക്കായോ? അമ്മ പോയി പറഞ്ഞിട്ട് അവള് വാശി തന്നെയാണെങ്കിൽ അവളുടെ ആ നിലപാട് ശരിയല്ലല്ലോ. ഞാൻ അവളെ പോയി ഒന്ന് കാണട്ടെ. ഏയ്, വേണ്ട, നീ ഇനി അവളെ കാണണ്ട. അമ്മേ, അവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നീ അവളെ തിരുത്താനൊന്നും നിക്കണ്ട. പലവട്ടം നീ അവളോട് കെഞ്ചിയതല്ലേ, അവളത് കേട്ടോ? ഇല്ലല്ലോ. അവള് നിന്നെ ഒന്ന് മൈൻഡ് ചെയ്തോ? ഇല്ല. നീ ഞാനും പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല. അപ്പൊ അതിനർത്ഥം നമുക്കാർക്കും അവള് യാതൊരു വിലയും തരുന്നില്ല എന്നല്ലേ? അങ്ങനെയുള്ള അവൾക്ക് മുമ്പില് ഇനി ഞാനും നീയും താഴാൻ പാടില്ല. അതിന് ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ശരിക്കും അവള് കാരണം ഞാൻ വല്ലാത്ത മാനസിക പ്രയാസം അനുഭവിച്ചതുകൊണ്ടാ ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ടും അവളോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറായി. അപ്പൊ അവള് വേറെ ഡിമാൻഡ് വെച്ചു. അപ്പോഴും അവള് തന്നെയാ ജയിച്ചത്. കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നീ സങ്കടപ്പെട്ടപ്പോ എന്റെ മനസ്സലിഞ്ഞു. അവൾ എന്നെ വേദനിപ്പിച്ചതെല്ലാം ഞാൻ മറന്നു. അവളോട് വീടിനകത്തോട്ട് കയറാൻ ഞാൻ പറഞ്ഞു. അപ്പോഴും അവള് വൈരാഗ്യത്തോടെ എന്നോട് പെരുമാറിയത്. അതുകൊണ്ട് എന്നെയും നിന്നെയും അപമാനിച്ച അവളോട് നീ സഹതാപം കാണിക്കരുത്. അവളുടെ മുമ്പിൽ താഴാൻ നിന്ന എനിക്കിങ്ങനെ ഒരു മോനില്ലാന്ന് ഞാനങ്ങ് കരുതും. അത് നീ ഓർത്തോ? ചോദിച്ചു കേട്ടില്ലേ ഇവിടെ എന്താ നടക്കുന്നതെന്ന്? അച്ഛാ, അത് ഇവിടുത്തെ കാര്യങ്ങൾ പ്രിയ വിളിച്ച് അറിയിച്ചപ്പോ എന്റെ നെഞ്ചു തകർന്നുപോയി. പുറത്തെ ഇടിമിന്നൽ നീ കാണുന്നില്ലേ? ഇത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥയില് തുളസി തനിച്ച് പുറത്ത്. അത് നീ കണ്ടില്ലേ? കണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. കാണാതിരിക്കാൻ നീ കണ്ണുകൊണ്ടിരുന്നല്ലോ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നീ തുളസിയെ കണ്ടിട്ടും അവളുടെ ദയനീയാവസ്ഥ അറിഞ്ഞിട്ടും നീ ഇതിനകത്ത് കൈയും കെട്ടി നോക്കിയിരിക്കായിരുന്നു അല്ലേ? അച്ഛാ, അത് ഞാൻ നിനക്ക് ഇതിനെ എന്ത് ന്യായീകരണോടാ പറയാനുള്ളത്? ഒന്നുമില്ല. നീ ഒരു മനുഷ്യനാണോടാ? പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നതേ ഈ വീട്ടിൽ അഭയം തേടി വന്ന പെണ്ണൊന്നുമല്ല. നീ താലി കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ. അത് നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ. എടാ, അവള് വയറ്റി ചുമക്കുന്നതേ നിന്റെ കുഞ്ഞിനെയാ. ഇത്രയും നേരം വെളുക്കുന്നത് മുതൽ ഇതുവരെ അവൾ ആ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു. എന്നിട്ട് ഇതൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല അല്ലേ? അച്ഛാ, അത് അമ്മ. നിന്റെ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. ഗർഭിണിയായ നിന്റെ ഭാര്യ രാവിലെ മുതൽ ആ വരാന്തയിൽ നിന്നിട്ട് അവളെ വിളിച്ച് അകത്ത് കയറ്റാനുള്ള ഒരു മനസാക്ഷി നിനക്ക് ഉണ്ടായില്ല അല്ലേ? എടോ, നീ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും കലഹങ്ങളുണ്ടായാലും നന്മ കൈവിടാത്ത ഒരുത്തനായിരുന്നു നീ. നിന്റെ ആ സ്വഭാവത്തില് ഞാൻ അഭിമാനിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് നിന്നോട് അറപ്പ് തോന്നുക. നിനക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നത്? അച്ഛൻ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തുളസിയോട് അകത്ത് കയറാൻ പറഞ്ഞതായിരുന്നു. അവളത് കേട്ടില്ല. അമ്മ അവളെ പുറത്താക്കിയതുകൊണ്ട് അമ്മ വന്ന് മാപ്പ് പറയണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ ഒരുവിധ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവളുടെ അടുത്ത് എത്തിച്ചപ്പോ അവൾ അവളുടെ ഡിമാൻഡ് അങ്ങ് മാറ്റി. അങ്ങനെ വീണ്ടും അമ്മ അവളും തമ്മിൽ പൊരുത്തപ്പെടാതായി. എന്നിട്ട് ഞാൻ പ്രിയാമ്മയെ കൊണ്ട് അമ്മയോടും തുളസിയോട് സംസാരിപ്പിച്ച് നോക്കി. അതിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല. രണ്ടുപേരും അവരവരുടെ വാശി തന്നെ ഉറച്ചു നിൽക്കുക. അച്ഛ, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ എന്തിനു തുളസിയെ പുറത്താക്കാൻ വേണ്ടി ദുർഗയെ അനുവദിച്ചു? അതാണ് നീ ചെയ്ത തെറ്റ്. തുളസിയെ ദുർഗ പുറത്താക്കിയപ്പോ നീ അത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. എടാ, സ്വന്തം ഭാര്യ അവളുടെ അമ്മായിയമ്മ പുറത്താക്കിയപ്പോ നീ അത് കണ്ടോണ്ട് നിന്നല്ലോ. എടാ, നീ ഒരു ഭർത്താവാണോടാ? ഭർത്താവാണെങ്കിലേ ഭാര്യയോടൊപ്പം നിൽക്കണം. നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എനിക്ക് അവളുടെ തിരുമോന്ത കാണേണ്ട കാര്യമൊന്നുമില്ല.
എഴുന്നേക്ക്, എഴുന്നേക്ക്, വാ. അച്ഛാ നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? ഈ നിൽക്കുന്ന കുട്ടി നിന്റെ മകളായിരുന്നെങ്കിൽ നീ ഇങ്ങനൊരു വൃത്തികേട് ചെയ്യുമായിരുന്നോ? ഇവളെന്റെ മകളല്ലല്ലോ. ഇതുപോലൊരു അസുര വിത്തായൊരു മകൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ. അത്രയ്ക്കുള്ള ശാപമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഭാഗ്യത്തിന് ദൈവം എനിക്ക് തന്നതേ എന്റെ ആദിമോനെയാണ്. ഇതുപോലൊരു തലതെറിച്ച മകളാ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിലേ എന്നെ പോലെ ശപിക്കപ്പെട്ട ഒരു സ്ത്രീയും ഈ ഭൂമുഖത്തുണ്ടാവുമായിരുന്നില്ല. ഇങ്ങനൊരു മകൾ ഉണ്ടാവുന്നതും തീമഴ പെയ്ത് ചാവുന്നതും ഒരുപോലെയാ. ഇവളെ പോലെ നെറികെട്ട ഒരു ജന്മത്തിന് ഞാൻ എന്റെ ജന്മത്ത് കണ്ടിട്ടില്ല. ദുർഗ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിലേ പറഞ്ഞുപോയ വാക്കുകൾ മൂർച്ചയുള്ള ആയുധങ്ങളായി നിനക്ക് നേരെ തിരിഞ്ഞു വരും. ഈ നശിച്ചവളെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയ്ക്ക് പകയുണ്ട് എനിക്ക് ഇവളോട്. ഇവളെന്റെ മകളായിരുന്നെങ്കിലെന്ന് ആദ്യ പോലൊരു മകനെ എനിക്ക് തന്ന ദൈവത്തോടെ ഞാൻ നന്ദി പറയുക. എനിക്ക് ഈ ഭൂമിയിൽ എന്നും ഏറ്റവും കൂടുതൽ പകയുള്ളത് ഒറ്റയാളോട് മാത്രമാ. അതെ, ഇവളോടാ. ഇവളെ പോലൊരു നശിച്ച മകളെ പ്രസവിച്ച് ഏത് സ്ത്രീയാണോ ആ സ്ത്രീയെ പോലെ ശാപം പിടിച്ച വേറെ ഒരു ജന്മവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇത്തരം വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കാൻ ഒന്നുമില്ല. ഇവളെ വെട്ടിനുറുക്കി പട്ടടയിൽ വെച്ച് കത്തിച്ചാലും എനിക്കെന്റെ പ്രതികാരം തീരില്ല. എങ്കിൽ ഇന്ന് ഇതിനൊരു അവസാനം കണ്ടെത്തണം. നീ ചിലതൊക്കെ തിരിച്ചറിയണം. അത് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേക്ക്. എന്താ? ജയം പോയി. എന്താ അച്ഛാ? അച്ഛൻ എന്താ ഈ പറയുന്നത്? ഒരു ആക്സിഡന്റിൽ പോയി. എന്ത്? എന്താ ഞാനീ കേൾക്കുന്നത്? എന്റെ അച്ഛൻ അതെ, നമ്മുടെ അച്ഛൻ എന്താ പറ്റി? പറയടാ, പറ. അതെ, ഞാൻ കേട്ടത് സത്യമാണോടോ? അതെ, ഇനി ഏട്ടന്റെ ദുർഗച്ചയുടെ പിണക്കം കൂടി മാറ്റിയെടുക്കണം.
അത് നമുക്ക് മാറ്റിയെടുക്കാം, അല്ല മോനെ? നീ ആദ്യം അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ പ്രിയേ. അകത്തിരുന്ന് സംസാരിക്കേ. അയ്യോ, അത് ശരിയാ. വന്ന കാലില് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്ന എന്തിനല്ലേ? നമുക്ക് അകത്തേക്ക് പോവാം. വാ ദുർഗേച്ചി, വാ. പോസ്റ്റ്മോർട്ടം നടക്കില്ല. നാളെ അത് കഴിഞ്ഞ് ബോഡി കൊണ്ടുവരും. മോളെ, നിങ്ങൾ പ്രിയൊന്നും അറിഞ്ഞിട്ടില്ല. ബോഡി കൊണ്ടുവരുന്നവരെ പ്രിയൊന്നും അറിയരുത്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്നാലും അവന് ഇത്ര പെട്ടെന്ന് എന്റെ ഒരു ഭാഗമായിരുന്നു അവന് എനിക്ക് നഷ്ടപ്പെട്ടത്. പറയാതെ വന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. ഓ ശോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ജയേട്ടന് വിളമ്പി വെച്ചില്ല. നിങ്ങളെയൊക്കെ കണ്ടപ്പോഴേ ഞാൻ അത് മറന്നുപോയി. സുരസുന്ദരിയുടെ ഈ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് ഏതായാലും സന്തോഷായി. ഓ, ഓർക്കാപ്പുറത്ത് വന്ന് കയറിയവനല്ല ഞാൻ. എങ്ങനെ സന്തോഷം വരാതിരിക്കും? എന്താ ലേഖയത്? ഭവതിയുടെ നാവിൽ നിന്ന് മറുപടിയായി ഒന്നും മൊഴിയാത്തത്. മൊഴിഞ്ഞു മൊഴിഞ്ഞു. നമ്മുടെ വിവാഹശേഷം ഞാൻ ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും കൊള്ളാം. എന്റെ കണ്ണുകൾക്ക് കുറെ നാളുകൾക്ക് ശേഷം ഒരു വിരുന്ന്. അതെ, നീ എന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ നിന്റെ ഭർത്താവല്ലേ? അത് നീ മറക്കരുത്. ഭർത്താവ് എന്ന കാര്യം ഒരാളെ കൂടി ഒന്ന് അറിയിക്കണമല്ലോ. ഒരു കേശുമാമനുണ്ടല്ലോ. സാറേ, ഇവിടെ വീണ്ടും പ്രശ്നം രൂക്ഷമായിരിക്കുക. സാറ് വേഗം ഒന്ന് വാ സാറേ. സോറി, എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ല. അയ്യോ സാറേ, ഇനിയിപ്പോ എന്താ ചെയ്യാ?
ഞാനൊരു ശപിക്കപ്പെട്ടവന്. എന്റെ സ്വന്തം അച്ഛനല്ലേ അത്. ആ ചോരയല്ലേ ഞാൻ. എന്നിട്ട് ഈ അവസ്ഥയിൽ പോലും എനിക്ക് എന്റെ അച്ഛന് ഒരു മകൻ അച്ഛന് ചെയ്യേണ്ട അന്ത്യകർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യണ്ടേ? ചെയ്യാത്തിരുന്ന അതൊക്കെ പാപമല്ലേ? ഇനി ഞാൻ കാരണം അച്ഛന് മോക്ഷം കിട്ടാതാവൂ? ആ ഗതികേട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛൻ. അതുകൊണ്ട് മാത്രം ആരും കാണാതിരിക്കാൻ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കുന്ന. നീ ഇവിടെ ഒന്നൊന്നും ശരിയാവില്ല. വാ. ഇല്ല, ഞാൻ വരുന്നില്ല. അവിടെ ഒന്ന് അച്ഛൻ്റെ അടുത്ത് ഇരിക്കേ. വേണ്ട, എന്നെ നിർബന്ധിക്കണ്ട അച്ഛൻ. എനിക്ക് താങ്ങാൻ പറ്റാത്തോണ്ട. മോനെ, നിന്റെ വിഷമം എനിക്കറിയാം. അത് ഞാൻ മനസ്സിലാക്കും. ഇവിടെ മറ്റാരെയും കുറിച്ച് നീ ഓർക്കണ്ട. അച്ഛൻ, അതേടാ, എല്ലാം ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. ഇവിടെ നീ നിനക്ക് ജന്മം നൽകിയ അമ്മയും മരിച്ചു മോളിൽ നിൽക്കുന്ന അച്ഛനെയും മാത്രം ഓർത്താൽ മതി. നീ വാ. അപ്പോ ദുർഗാമ്മ നീ വാ. കേറ്. കേറ്. ചേട്ടൻ
എന്റെ ചേട്ടൻ എന്നെ വിട്ടു പോയോ? അമ്മ ഇപ്പൊ പോന്ന പറയുന്ന കേൾക്കാൻ ഇപ്പൊ അങ്ങോട്ട് പോന്ന വേണ്ട അങ്ങോട്ട് പോണ്ട അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാമേ. കണ്ടത് പറയാ നീ ആരാടാ? പോണ്ടെന്ന് പറഞ്ഞില്ല അമ്മ. എനിക്ക് കാണുന്നു പറഞ്ഞില്ലേ? അതെ, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? ബോഡി എടുക്കാറായോ? ആ ശരി ശരി, വേറൊന്നുമില്ല. ബോഡി എപ്പോ എടുക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അവിടെ ബോഡി എടുക്കാനുള്ള സമയമായി. ഞാൻ അങ്ങോട്ട് പോവാ. അടുത്ത ബന്ധുക്കളായിട്ട് പോകാതിരുന്നാലേ നാട്ടുകാരറിയുമ്പോ എന്നെ കുറ്റപ്പെടുത്തും. പോയാൽ ആ പഴി ഒഴിവായി കിട്ടുമല്ലോ. ആ അത് ശരിയാ. അല്ല, നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരണോ? എനിക്ക് അവിടെ വരാൻ ഒരു താല്പര്യമില്ല. ആ തുളസിയുടെ വീടല്ലേ, അവിടെ നിൽക്കുമ്പോ എനിക്ക് അങ്ങ് ഇറിറ്റേഷൻ വരും. അപ്പൊ നീ ഇവിടെ നിൽക്കാൻ പോവാണോ? ആ, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ സുൽവാന്റെ ഉണ്ടല്ലോ. ഞാനോ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാലോന്ന് ആലോചിക്കുക. നീ വീട്ടിൽ പോന്നോ? ഇവിടുന്ന് നിങ്ങൾ എല്ലാവരും മരണ വീട്ടിൽ പോയാല് പിന്നെ സഞ്ജയനം കഴിഞ്ഞല്ലേ തിരിച്ചു വരൂ. അല്ല, അങ്ങനെയല്ലേ വരാൻ കഴിയൂ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നേ? എനിക്ക് ഈ സമയത്തിന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാലോ. അയ്യോ, അപ്പൊ സുൽവാന്റെ വീട്ടിൽ പോവാണോ? അതല്ലേ മോളെ നല്ലത്. അപ്പൊ ഞാനെന്ത് ചെയ്യും? എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ തനിച്ച് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ മാമൂസ് പറയുന്നത് സുലു വീട്ടിൽ പോകുന്ന സ്ഥിതിക്ക് നീ എന്റെ കൂടെ മരണ വീട്ടിലേക്ക് വാ. ഞാൻ വരണോ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നീ വന്നേ തീരൂ. എന്നാ പിന്നെ ഞാൻ സുൽവാന്റിയുടെ കൂടെ പോവാം. ശ്മശാനത്തിലെ സംസ്കാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. ഇനി ആരും വരാനൊന്നുമില്ലല്ലോ. ഇല്ല. നമുക്ക് ബോഡി എടുത്തൂടെ? എന്താ അമ്മ ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? പുറത്തേക്ക്. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എനിക്ക് കാണണം. എനിക്ക് വിജയേട്ടനെ കാണണം. എന്നെ പറയുന്ന കേൾക്ക് പെണ്ണെ. എനിക്ക് വിജയേട്ടനെ കാണണം. ഇല്ലാത്തൊരു മോനെ കുറിച്ച് ഇവള് പറയണമെങ്കിൽ എന്തായിരിക്കും ഇവളുടെ അവസ്ഥ? ജയം മരിച്ചതോടെ പ്രിയയുടെ സമനില തെറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ മോനുണ്ടെന്നും മോനെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കണമെന്നും ഒക്കെ പറയുന്നു. നിങ്ങളാരും ഇത് കാര്യമാക്കി എടുക്കണ്ട.
പ്രിയ എന്തോ പിച്ചും പേയും ഒക്കെ പറയുന്നു. അങ്ങനെ കരുതിയാ മതി. ഞാൻ പിച്ചും പേയും പറയുന്നതല്ല. എനിക്ക് ജയേട്ടനൊരു മകനുണ്ട്. അവൻ തന്നെ ചിന്തിക്ക് തീ കൊളുത്തു. പ്രിയേ, നിന്റെ വിഷമം ഞങ്ങൾക്കും മനസ്സിലാവും. ജയന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൺകുട്ടി ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്തല്ലേ നിനക്ക് വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ടല്ലേ മോനുണ്ടെന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ കാട് കയറി ചിന്തിക്കേണ്ട പ്രിയേ. ഇങ്ങനെ ചിന്തിച്ചാല് അവസാനം നിനക്ക് ഭ്രാന്ത് പിടിക്കും. ഒട്ടായിന്നാ തോന്നുന്നു. സമനില കെട്ടിയിട്ടൊന്നുമല്ല ഞാനീ പറയുന്നത്. എന്നാലും എന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ കഴിഞ്ഞല്ല. അപ്പോ ചേട്ടൻ എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളോ? എന്റെ വീട്ടു പെരുന്നിട്ട് ചേട്ടന് പറ്റോ ചേട്ടാ? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി ചേട്ടാ? ചേട്ടനില്ലാത്തൊരു ലോകത്ത് ഞാൻ ജീവിക്കുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാനും വരുവാ ചേട്ടാ കൂടെ. ഞാനും വരുന്നു. സമ്മതിക്കില്ല. ഇല്ല, ഞാൻ മാറില്ല. അമ്മ പ്രിയ, നിന്നോടാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് എഴുന്നേക്കാൻ. ഇല്ല ഇല്ല ഇല്ല. എന്റെ തീരുമാനം നടപ്പിലാക്കി ഞാൻ അടങ്ങും. ജീവിച്ചിരുന്നപ്പോ ഏറ്റവും വലിയ ത്യാഗം കാണിച്ച ഒരു പല്ല് മനസ്സിനുടമ എന്നെ ചേട്ടൻ. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജനിപ്പിച്ച മകനെ പോലും മനഃപൂർവ്വം മറക്കാൻ തയ്യാറായ ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യനോട് മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എനിക്ക് നീതി പുലർത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ വെറുതെ വിടില്ല. അവളെ പിടിച്ചു മാറ്റി ദുർഗെ. നീ ഇങ്ങോട്ട് എണ്ണീറ്റ് വന്നേ പ്രിയേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിർത്ത. എനിക്ക് ഭ്രാന്തില്ല. എന്റെ പെങ്ങള് പ്രിയക്കും ഭ്രാന്തില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇനിയെങ്കിലും ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. ഇവൻ നമുക്ക് ജനിച്ച മകനല്ല.
ഇവന്റെ അച്ഛനും അമ്മയും ഈ ജയനും പ്രിയ ദുർഗേ, നിന്റെ ഭർത്താവായിരിക്കുന്ന ഈ പ്രസാദ് ഉണ്ടല്ലോ, ഇവൻ ലോക ചതിയനാ. ഇവൻ നിന്നെ തകർക്കാൻ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുക. ഈ ചതിയിൽ നീ വീഴരുത്. ഇനി നിങ്ങൾ മിണ്ടിപ്പോരുത്. മിണ്ടിയ നീ എന്ത് ചെയ്യുവടാ? എന്നെ മൂക്കി കഴിച്ചോ? ഒന്ന് പോടാ അവിടുന്ന്. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഞാൻ ചിലപ്പോ തന്നൊന്നും വരില്ല. പിന്നെ ഇനി ഇവിടെ നിങ്ങളുടെ ശബ്ദം ഉയർന്ന ഇവിടെ 2 ശവസംസ്കാരം നടക്കും. അതിലൊന്ന് നിങ്ങളെ ആയിരിക്കും. അത് നിന്റെ മനസ്സിൽ വെച്ചിരുന്നാ മതി. നിങ്ങൾ എന്റെ അടുത്ത് കള്ളം പറയോ? ഇവൻ എന്റെ മോനാ, എന്റെ മോൻ. അത് നിന്റെ മകനല്ല, ഈ പ്രിയയുടെയും ജയന്റെയും മകനാ. ആദ്യം നീ പ്രസവിച്ചതല്ല. അല്ല അല്ല അല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി നോക്കുക. ഇവൻ എന്റെ മോനാ, ഇവൻ എന്റെ മോനാ, എന്റെ പൊന്നു മോനാ, എന്റെ ജീവന്റെ ജീവനാ ഇവൻ. ഞാൻ ഒന്ന് പ്രസവിച്ചതാ ഇവന്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക. എടാ എടാ, നീ എന്റെ ലോകമാ. ഞാനിവനെ ആർക്കും വിട്ടൊന്നും തരില്ല. എന്നെ വിട്. നീ വിശ്വസിക്കരുത്. എന്നെ വിട്. ഇവൻ നമ്മുടെ മകനല്ല. മിണ്ടരുത്, മിണ്ടരുത് നിങ്ങള്. ഇവൻ പ്രിയയുടെയും ജയന്റെയും മകനാ. അപ്പച്ചി, അതുകൊണ്ട് സ്വന്തം അച്ഛന്റെ ബലികർമ്മങ്ങൾ ചെയ്യേണ്ടത് ആദ്യ. എടാ, പച്ചക്കള്ളോ ഇതൊക്കെ? അതാണ് സത്യം. അല്ല അല്ല. അമ്മേ, അമ്മ വിശ്വസിക്കണം. അമ്മ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇത്ര നാളും മിണ്ടാതിരുന്നു. അമ്മ വിഷമിക്കരുത്. സത്യം അമ്മ കേട്ടത്. അല്ല ദുർഗേ, എന്റെ അച്ഛന് ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ പൊട്ടിക്കരയുന്ന സ്ത്രീ എന്നെ പ്രസവിച്ച അമ്മ. ഈ സത്യം ഞാൻ മനസ്സിലാക്കിയിട്ട് കുറച്ച് നാളുകളായി. ജീവിച്ചിരിക്കുമ്പോഴും എന്റെ അച്ഛൻ ഉള്ളിൽ തുറന്ന് എന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും എന്നെ സമ്മതിക്കണം. നീയും നിന്റെ പെങ്ങളും കൂടി ചേർന്ന് ഞങ്ങളെയൊക്കെ വിട്ടുകളാക്കാണോടാ? ആദി പ്രിയയുടെ മകനാണെങ്കിൽ ദുർഗ പ്രസവിച്ച ദുർഗയുടെ മകൻ എവിടെടാ? പറയടാ. നിന്നോടും കൂടിയാ ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യത്തിന് മറുപടി തരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വാക്കുകളില്ല. ആദി പ്രിയയുടെ മകനാണെങ്കിൽ ദുർഗ പ്രസവിച്ച അവളുടെ മകൻ എവിടെയെന്ന്? അതെ, അപ്പച്ചി ചോദിച്ചത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ചേട്ടാ, എന്നെ വിട്ടിട്ട് പോകല്ലേ ചേട്ടാ. ചേട്ടാ, എന്നെ വിട്.
എന്നെ വിട്. എനിക്ക് പോണെന്റെ ചേട്ടന്റെ കൂടെ എന്റെ വീട് ചേട്ടാ എന്റെ വീട് എന്റെ ചേട്ടനെ കൊണ്ടുപോകരുത് കൊണ്ടുപോകരുത് എന്റെ വീട് എന്റെ ചേട്ടനെ കൊണ്ടുപോകല്ലേ ചേട്ടാ എന്റെ വീട് ഞാനും പോവാ എന്റെ വീട് ചേട്ടാ ചേട്ടാ ഞാനും പോവാ എന്റെ ചേട്ടന് കൂടെ ഞാൻ പോവാ ചേട്ടാ 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 എന്റെ ചേട്ടനെ കൊണ്ടുപോകരുത് അമ്മ നിക്ക് എനിക്ക് പോകണം എനിക്ക് പോകണം ചേട്ടാ ചേട്ടാ അമ്മേ മറ്റാരോ പ്രസവിച്ച കുഞ്ഞിനെ നീ പ്രസവിച്ച കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ കൊണ്ട് വളർത്തിച്ചു. നീ അവനെ പാലൂട്ടി താരാട്ടുപാടി തോളത്തും മാറത്തും ഇട്ട് വളർത്തി. കുട്ടിത്തേവാങ്കിനെ പോലിരുന്ന അവനെ നീ പാലും തേനും വെണ്ണയും കൊടുത്ത് വളർത്തി ഒരു മനുഷ്യക്കോലമായി ആക്കി എടുത്തു. മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് അവൻ പ്രേമിക്കാനും തുടങ്ങി. അതെന്തോ ആവട്ടെ, അവൻ തലയും തെറിച്ച് അവിടുന്നും തെറിച്ച് എങ്ങനെയോ ഒടുങ്ങട്ടെ. അതല്ലല്ലോ പ്രധാന കാര്യം. നീ പ്രണവമന്ത്രം ഉരുവിടുന്നത് പോലെ ഏതു നേരവും പ്രസാദേട്ടാ പ്രസാദേട്ടാ പ്രസാദേട്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ അവൻ കാമുകിയോടൊപ്പം ആടിപ്പാടി